ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്രൈറ്റ് സോൺ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് വന്നപ്പം ഭയങ്കരമായിട്ടൊരു മന്ദത പോലെ തോന്നി. അപ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. എന്നും ചായ കുടിക്കുന്ന ആളൊന്നുമല്ല. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അങ്ങനെ തോന്നിയപ്പം ജസ്റ്റ് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ നേരെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിലിടയ്ക്ക് അലക്കിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം രാവിലെ നേരം വെളുക്കുമ്പം തന്നെ മുറ്റത്തേക്ക് ഭയങ്കര വെയിലാണ്. സിറ്റ് ഔട്ടിലേക്കും വെയിലിങ്ങനെ അടിച്ച് കയറുന്ന പോലെയാണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് തണലായിട്ടുണ്ട്. ഏകദേശം ഒരു 5-5:30 ആയിട്ടുണ്ട് ടൈം. അങ്ങനെ ചെടികളൊക്കെ നനയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇപ്പം എൻ്റെ ചെടികൾ ഈ ഒരു സ്ഥലത്തല്ല ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം 2 ദിവസം മുന്നേ വീട്ടിൽ തേങ്ങ വലിക്കാനുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തേങ്ങ വീഴുമ്പോൾ എൻ്റെ ഈ നട്ടിട്ടുള്ള പോട്ടുകൾ പൊട്ടിപ്പോവും. പ്ലാസ്റ്റിക്കിൻ്റെയാണ് എൻ്റെ കയ്യിലുള്ളത്. പ്ലാസ്റ്റിക് ആണെങ്കിലും മണ്ണിൻ്റെ ആണെങ്കിലും ഒക്കെ തേങ്ങയൊക്കെ വീഴുമ്പോൾ, വെയിറ്റുള്ള സാധനം വീഴുമ്പോൾ എന്തായാലും പൊട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് ആദ്യം തന്നെ സേഫായിട്ട് വീടിൻ്റെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചെടികളൊക്കെ അത്യാവശ്യം നന്നായി തന്നെ നിൽക്കുന്നുണ്ട്. രാവിലെ ഒരു വട്ടം നനച്ചതാണ്. എങ്കിൽ പോലും അത്രയും ചൂടാണല്ലോ, അതുകൊണ്ട് വെയിലിൻ്റെ ചൂട് ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 2 നേരം ഇപ്പം നനയ്ക്കാറുണ്ട്. അങ്ങനെ ചെടികളൊക്കെ നനച്ച് കഴിഞ്ഞേരം മുറ്റത്ത് കാണുന്നത് ചീരയാണ്. ഞാൻ കുറച്ച് പച്ചക്കറി വിത്തും കാര്യങ്ങളൊക്കെ വാങ്ങി നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നട്ട് വളർത്താൻ നോക്കിയിട്ടുള്ള ചീരയൊന്നും വന്നില്ല. കാരണം അത്ര ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമുള്ള വിത്തൊന്നും ആയിരുന്നില്ല. ഞാൻ ജസ്റ്റ് കിട്ടിയ സമയത്തുള്ള വിത്തൊന്ന് നട്ടു നോക്കിയതായിരുന്നു. പക്ഷെ മുറ്റത്ത് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ചിന്തി പോയിട്ടുണ്ടായിരുന്ന വിത്തും കാര്യങ്ങളും മുളച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് വട്ടം ഇപ്പം ചീര പറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് മുറ്റത്തിൽ നിന്ന് ഭംഗിയാണെങ്കിൽ അത് പറിച്ച് കളയാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു അതിനെ നനയ്ക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കുറേ നാൾ മുന്നേ ഒരുപാട് മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ രണ്ടാമത് അത് മുളച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നേ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പറിച്ചിട്ട് ജസ്റ്റ് ബോട്ടിലൊക്കെ ആക്കിയിട്ട് വീടിനകത്ത് വെക്കാമെന്ന് കരുതിയിട്ട് അത് പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പറിച്ചപ്പോൾ കുറച്ച് അധികമായിപ്പോയി. ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഗോൾഡൻ മണി പ്ലാന്റിൻ്റെ ഒരു പോട്ട് ഉണ്ടായിരുന്നു. അതിലൊന്ന് ജസ്റ്റ് കുത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും പറിച്ചു പോയതല്ലേ, അപ്പോൾ അതിലൊന്ന് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കുന്നത്, മുറ്റത്ത് മുഴുവനായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ ചെറിയ ചെറിയ തൈകൾ മുളച്ചിട്ടുണ്ട്. ഒരുപാട് ശംഖുപുഷ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരു സമയത്ത് ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ വീണിട്ട് രണ്ടാമത് മുളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളേമിലും വിത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പച്ചയും പിന്നെ ഉണങ്ങിയതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അമ്മ കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മഞ്ഞൾ നട്ട സ്ഥലത്തേക്കൊക്കെ തൊടിയിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ വേറൊരു സാധനം പറിക്കാൻ വേണ്ടി പോയതാണ്. വിഷുവിൻ്റെ അന്ന് ഞങ്ങളുടെ കൊന്ന പൂത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കൊന്ന പൂത്ത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ മഴ പെയ്തപ്പോൾ തൊടി മുഴുവൻ ഈ ഷുഗർ ചീര എന്നറിയപ്പെടുന്ന ഒരു സാമ്പാർ ചീരയാണ്. ഞങ്ങളുടെ അവിടെ സാമ്പാർ ചീര, ഷുഗർ ചീര എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ലക്കി ബാമ്പു കണ്ടല്ലോ, ലക്കി ബാമ്പു പറിക്കാനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏകദേശം വിളക്കൊക്കെ കത്തിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ച് ഉമ്മർത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇപ്പം വാർത്ത നമ്മൾ എന്തായാലും കാണണമല്ലോ. ഇന്ന് വൈകുന്നേരം ജസ്റ്റ് ന്യൂസ് ചാനലൊക്കെ ഒന്ന് ഓടിച്ചു പോകും. അപ്പം വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെതൊക്കെയാണല്ലോ. അപ്പോൾ അപ്ഡേഷൻസൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. വീട്ടിലുണ്ടായിരുന്ന ഒരു ചക്ക ഇന്ന് അമ്മ പുഴുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ TV ഒക്കെ കണ്ട് സംസാരിച്ചുകൊണ്ട് അതൊക്കെ കഴിക്കുകയാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വൈകുന്നേരം പറിച്ച് വെച്ചിട്ടുള്ള മണി പ്ലാന്റിൻ്റെയും അതുപോലെ തന്നെ ലക്കി ബാമ്പുവിൻ്റെയൊക്കെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ വേഗം അതൊക്കെ കഴിച്ചിട്ട് അതെന്തെങ്കിലും ജസ്റ്റ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. കാരണം ഞാൻ കുറച്ച് മുന്നേ ഒരു പോട്ട്, നമ്മൾ ഇൻഡോറൊക്കെ വെക്കുന്ന ഒരു പ്ലാന്റിൻ്റെ പോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മണ്ണ് പിടിച്ചിട്ട് തൊടിയിൽ കിടക്കുകയായിരുന്നു. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് ബോട്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ബോട്ടിൽ ആർട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആർട്ടും കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. സ്കൂളിൽ ഇന്റേൺഷിപ്പിനൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള പെയിൻ്റായിരുന്നു. അപ്പോൾ ഒന്നും അറിയാതെ ഞാൻ ജസ്റ്റ് ആദ്യം ഒരു വൈറ്റ് കോട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ജസ്റ്റ് ഞാനൊരു ഗ്രീൻ ഷെയ്ഡ് എടുത്ത് അടിച്ച് നോക്കിയതാണ്. അപ്പോൾ ഒരു പേസ്റ്റൽ ഷെയ്ഡ് എനിക്ക് കിട്ടി. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായി. ഞാൻ ജസ്റ്റ് അതുപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിലിൽ ലക്കി ബാമ്പു വെള്ളമൊക്കെ ആക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. മറ്റേ ബോട്ടിലിൽ ആ ഒരു പോട്ടിൽ ഞാൻ എൻ്റെ മണി പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ നേരം വെളുത്തിട്ട് വേണം അതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വെച്ച് നോക്കുകയാണ്. പിന്നെയുള്ള ആ ഒരു ലക്കി ബാമ്പു ഞാൻ എൻ്റെ ബെഡ്റൂമിൽ തന്നെയാണ് വെച്ചത്. ജസ്റ്റ് ഡ്രസ്സിങ് ഏരിയേൻ്റെ ആ ഒരു സൈഡിൽ ആ ഒരു ബോർഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എത്ര ദിവസം എന്നൊന്നും അറിയില്ല, എന്തായാലും ചെയ്തപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ അതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.